പിന്നെ ഇതിനകത്തുള്ള CCTVയുടെ ചില ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൊരു വിദഗ്ധനായ ഒരു കൊലപാതകയാണ് എന്നുള്ളത് വളരെ കൃത്യം ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഇത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള CCTVകൾ പരിശോധിച്ചാൽ ഒറ്റയ്ക്കാണോ വരുന്നത്, കൂട്ടായിട്ടാണോ വരുന്നത്, ആരെങ്കിലും സഹായിയുണ്ടോ എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ല, എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഈ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കത്തക്ക വിധത്തിൽ നിൽക്കണം. കാരണം ഇത് വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. നിഷ്ഠൂരമായി ഈ സംഭവം ഈ നാടിനെ നടുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തിയേ മതിയാകും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട പോലീസ് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കും. അതേസമയം നമുക്ക് ഇതിന്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ടാകും. ഇല്ല. ജില്ലാ പോലീസ് മേധാവി കൂടി മകന്റെ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ സംശയങ്ങൾ പങ്കുവെക്കുകയാണ്. സ്ഥലം MLA കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന പുതിയ സൂചനകൾ എന്തൊക്കെയാണ്? ഗോകുൽ വിശദാംശങ്ങളിലേക്ക് സംസാരിച്ചു. നമ്മളിപ്പോൾ പുറത്തു പറഞ്ഞാൽ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വഴിതെറ്റും. ആ ഇൻവെസ്റ്റിഗേഷനിൽ അവരുടെ ഒരു കണ്ടെത്തലുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പോകട്ടെ. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ബഹുജനങ്ങളുടെ പ്രതിനിധി എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനുള്ളത്. ഞങ്ങൾ ആ ഇൻവെസ്റ്റിഗേഷനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഈ ഉത്തരവാദിയെ കണ്ടുപിടിച്ചേ മതിയാവും. അതിന് ചില സൂചനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സൂചനകളുടെ പിന്നാലെ പോലീസ് പോകണം. ആ ഉത്തരവാദിയെ കണ്ടെത്തണം. അയാളെ ബുക്ക് ചെയ്തേ മതിയാകൂ. അതാണ് പ്രധാനം. അയാളെ ഒരാളുണ്ട്. അയാൾ നേരത്തെ പോലീസ് കസ്റ്റഡി കിടന്ന ആളാണ്. അതിനുശേഷം അയാൾ പുറത്തോട്ടിറങ്ങിയതാണ്. അത് ഞാൻ അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയുന്നത് ശരിയല്ല. വളരെ നിഷ്ഠൂരമായ കൊലപാതകമാണ്. പ്രായത്തിയ രണ്ടാളുകളല്ലേ അവിടെ കിടക്കുന്ന ഒരായുധം കോളാലിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുമാനിക്കാവുന്നതല്ലേ. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ആ കാര്യത്തിനകത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടത്. ഞങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ ഞങ്ങൾ അവർക്ക് കൊടുക്കും. പക്ഷേ നമുക്കിതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തിയേ മതിയാവും. വൈരാഗ്യം തന്നെ ആയിരിക്കാം. അതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെയാണ് പോയിട്ടുള്ളത്, ഇതൊക്കെ പോലീസ് നോക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നതില്ല. പക്ഷേ ഈ സംഭവം നമ്മുടെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. ഇത് രണ്ടാമതൊരാവർത്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തണം. അവർക്കെതിരായിട്ട് നിയമപരമായി നീങ്ങണം. പോലീസ് ആ കാര്യത്തിൽ ഏത് നടപടിയെടുക്കുന്നോ ആ പോസിറ്റീവ് നടപടിക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയുണ്ടാവും. ബോഡി മാറ്റുന്നതിന് അതല്ല, ഈ ഇൻക്വസ്റ്റ് നടന്നതിന് ശേഷം ആദ്യം ഇൻക്വസ്റ്റ് നടക്കും. ആ ഇൻക്വസ്റ്റ് നടന്നതിന് ശേഷം മറ്റ് ബാക്കി നടപടി. ബന്ധുക്കൾ മോളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അതറിഞ്ഞിട്ടുണ്ടാവും. അതെ, പക്ഷേ അതിന്റെ ഹാർഡ് ഡിസ്ക് ഇല്ലല്ലോ ഇതിനകത്ത്. CCTV ഉണ്ട്. പക്ഷെ അതിന്റെ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയി. അതിന്റെ അർത്ഥം ഈ വീടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രം രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് കയറിയപ്പോൾ പട്ടി കുരച്ചിട്ടില്ല. അതിന്റെ അർത്ഥം പട്ടിക്കും പരിചയമുള്ള ആരോ എങ്കിലും ആയിരിക്കാം എന്നാണ് എൻ്റെ സംശയം.